നമസ്കാരം. കഷ്ടപ്പാടുകളിൽ നിന്ന് ജീവിത വിജയം കാത്തിരിക്കുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് അരുൺ രാഘവ് ആൻഡ് സംഗീത ശിവൻ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ തനനം തനനം തനനനന അരുൺചേട്ടൻ വേറെ ആളാവും. ദർബാറിലേക്ക് ഈ പാട്ടിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചതാണ് ആ തരിയുടെ. അതാണ്. പക്ഷേ ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് രമ്യ നമ്പീശന്റെ ഒരു ഛായ ഒരു അങ്ങനെ എനിക്ക് തോന്നി. ആരെയും പറഞ്ഞിട്ടുണ്ടോ രമ്യ നമ്പീശനെ പോലെ ഉണ്ടെന്ന്? പറയാറുണ്ട്. പറയാറുണ്ട്. രമ്യ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. രമ്യ എന്നെ പറഞ്ഞിട്ടുണ്ട്. രമ്യയോട് പറയാറുണ്ട് എന്ന് പറഞ്ഞു. സുന്ദരിയവായിൽ അഭിനയിച്ചത് രമ്യയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു പാട്ടൊക്കെ പാടിയതുകൊണ്ട്, രണ്ടുപേരല്ല എന്നാലും ഒരാൾ പാട്ട് പാടി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം തരാം.
ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികളെ വിളിക്കാനുള്ള സമയമാണ്. അപ്പൊ അവർ വന്നതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപർണ ആൻഡ് ആർദ്ര. ഇവർക്ക് ഈ രണ്ട് കുട്ടികൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരും ജന്മന കേൾവിയും സംസാരശേഷിയും ഇല്ലാതെയാണ് ജനിച്ചത്. 1 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടുപേരെയും ഒരുമിച്ചാണ് നിഷിൽ കൊണ്ടുപോയതും പഠിപ്പിച്ചതും എല്ലാം. നിഷിൽ 2.5 വർഷത്തെ 3 വർഷം വരെ പഠിച്ചതിന് ശേഷം രണ്ടുപേരെയും ഒരേ സ്കൂളിൽ ആർക്കെയും രണ്ടുപേരും ഒരുപോലെ തന്നെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ്റെ കീഴിൽ കരോട്ട പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ട് ചെന്നപ്പോൾ എങ്ങനെ പഠിപ്പിക്കും എന്നാണ് സാറ് ചോദിച്ചത്. കാരണം ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, നോക്കാം. പിന്നെ സാർ ഉപേക്ഷ വിചാരിച്ചില്ല, ഈ കുട്ടികളെ നോക്കാമെന്ന് വിചാരിച്ചു പഠിപ്പിച്ചു. പക്ഷേ മറ്റു കുട്ടികളെക്കാളും നല്ല സ്മാർട്ടായിട്ട് തന്നെ അവർ പഠിക്കുകയും 5 വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാറായി. അതുപോലെ തന്നെ പടം വരയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ കമുകറ സ്കൂളിൽ കൊണ്ടുപോകുകയും അവിടെ നിന്ന് പടം വരച്ച് പടം വരയ്ക്കാൻ നല്ല താല്പര്യത്തോടെയാണ് അവർ പടം വരച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ ഈ കൊറോണ സമയത്ത് ഇരുന്നത് വരെയും അവിടെ പോയിക്കൊണ്ടിരുന്ന പടം വരച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ പടം വരയ്ക്കാനും കരോട്ടയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാന്റിൽ കൊണ്ട് എത്തിച്ചത്. രണ്ട് വർഷം മുമ്പ് ഡ്രോയിങ് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ എത്തിച്ചേർന്നത്. ഞാനവിടെ മാജിക് പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപർണയ്ക്കും ആർദ്രയ്ക്കും മാജിക് പഠിക്കണം എന്ന ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചു. പക്ഷേ എങ്ങനെ മാജിക് പഠിപ്പിക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല. എന്നാലും ഒരു പരീക്ഷണാർത്ഥം ആദ്യം ഒരു മാജിക് പഠിപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് നന്നായി മാജിക് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മാജിക് അവതരിപ്പിക്കാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ വളരെ നന്നായി അവർ മാജിക് അവതരിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അവിടെ ഒരു വേദി തന്നെയുണ്ട്. കാമിലി കാസ്കേഡ് എന്ന് പറയുന്ന വേദിയിൽ എല്ലാ ദിവസവും മാജിക് അവതരിപ്പിക്കുന്ന കുട്ടികളാണ് അപർണയും ആർദ്രയും. വനിതകളുടെ കഴിവ് തെളിയിക്കുന്ന അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ എൻ്റെ മക്കളായ അപർണയ്ക്കും ആർദ്രയ്ക്കും ഒരു അവസരം തന്നതിൽ രമ്യയെ ഞാൻ അതിയായ സന്തോഷം. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ് അല്ലേ? പേര്? അടുത്ത് വീണ, ലക്ഷ്മി. ഓക്കെ, ആരാണ് ഇതിൽ അപർണ? അപർണ, ആർദ്ര. അപ്പൊ നിങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ഇവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ? നോർമൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. നോർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, അത് ശരി. അപ്പം നോർമൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവിടെ ടീച്ചർ, ഇവർക്ക് സ്പെഷ്യൽ ടീച്ചറുണ്ട്, അത് ഇവർക്ക് സഹായിച്ചു കൊടുക്കും. ആൻഡ് ഇവര് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇവര് ഡാൻസ് ഉണ്ട്, നന്നായിട്ട് വരയ്ക്കും, മാജിക് ചെയ്യും, കരാട്ടെ, അല്ലേ? ഇത്രയും കഴിവുകളുള്ള സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ എങ്ങനെയാണ് ആദ്യം ഇവർക്ക് ഡാൻസിനോടാണോ ഇഷ്ടം, അതോ ഡ്രോയിങ്? ഏതാണ് ആദ്യം? ഇവരുടെ കുഞ്ഞിലെ മുതൽ ഏത് ടാലന്റ് ആണ് ആദ്യം? ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരുന്ന അതിൽ ഇവർ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നു. അങ്ങനെയാണ് മാജിക് പ്ലാന്റിലേക്ക് കൊണ്ടുപോയത്. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് മാജിക്കിനോട് താല്പര്യം തോന്നി. അതെ, സാറ് കുട്ടികളെ പഠിപ്പിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മാജിക് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പഠിച്ചതാണ്. ഞാൻ ഇവരുടെ ഫസ്റ്റ് ചാനൽ ഷോ ആണ് കേട്ടോ ഇത്. നമ്മുടെ അമൃത TV റെഡ് കാർപ്പറ്റിന്റെ വേദിയിലാണ് ഇവർ ആദ്യമായിട്ട് വരുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന നിമിഷമാണ്. കാരണം ഇതേപോലെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സോ താങ്ക് യു ഞങ്ങളുടെ ഈ ഷോയിൽ വന്നതിന്. ആൻഡ് അതായത് ഇവർക്ക് ഈ കുഞ്ഞിലെ മുതലാണോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്? അതായത് ബൈ ബർത്ത് തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്? അപ്പൊ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ക്ലാസ്സിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്തോ ക്ലാസ്സിന് പോയിക്കൊണ്ട്, അതല്ലാതെ വേറെ ഒന്നും മാർഗ്ഗമില്ല? ഇല്ല, നിഷിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ക്ലാസ്, സ്പീച്ച് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ അവർ ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുള്ള ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ചെറുതായിട്ടെങ്കിലും അവരത് ശ്രദ്ധിച്ച് നോക്കും, മനസ്സിലാക്കി.
അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ അച്ഛന്മാരാണല്ലേ, നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ ചേട്ടാ. എൻ്റെ പേര് അനിൽകുമാർ. അനിൽകുമാർ. ആരുടെ? ആർദ്ര. ആർദ്രയുടെ അച്ഛനാണ്. ശരി, അപ്പോൾ അച്ഛൻ പറയൂ, അച്ഛൻ എന്താണ് ഈ കുട്ടികൾക്ക് ഇത്രയും ടാലൻസ് എൻ്റെ മക്കൾക്ക് കിട്ടി എന്നുള്ളത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു ഭാഗ്യമാണ്. ഭാഗ്യമാണ്. ശരി, ആൻഡ് ഇത് അപർണയുടെ അച്ഛൻ്റെ പേര് പറയും. സുരേഷ്. സുരേഷ്. ചേട്ടൻ എന്ത് ചെയ്യണു? ഞാൻ പണിക്കാണ് പോണ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇതുപോലെ സപ്പോർട്ടായിട്ട് വരും, യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവര് ഒരുപാട് നല്ല പെർഫോമൻസുകളാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് തോന്നുന്നു. നമുക്ക് എന്തായാലും അത് കാണാം അല്ലേ? നിങ്ങൾ റെഡിയാണോ? റെഡി. ഡാൻസ് വിത്ത് മാജിക് റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ആ വെറൈറ്റി പെർഫോമൻസ് തന്നെ കണ്ടു കളയാം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
പറഞ്ഞു കൊടുക്കണം, ഇവരുടെ ഈ പെർഫോമൻസ് ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കൂ. ഓക്കേ. കാരണം ഇവർ രണ്ടുപേരും ഭയങ്കര ചിരിച്ച് എനർജറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് ഒരു മിനിറ്റ് പോലും ഇവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത പോലെ നല്ല സ്മൈൽ ചെയ്ത് പെർഫോം ചെയ്തു. സൂപ്പർ. നല്ല കോർഡിനേഷൻ ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താ അരുൺ ചേട്ടാ എന്താ തോന്നിയത്? എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റിക്ക് ഒരുപാട് പല ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അവർ കളിച്ച ഓരോ സ്റ്റെപ്പുകളും അത്ര സിങ്ക് ആയിരുന്നു. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, കറക്റ്റ്. വലിയൊരു ചേച്ചി, സംഗീത ചേച്ചിക്ക് മാജിക് പൊതുവെ ഇഷ്ടമുള്ള ആളാണോ? അയ്യോ, എനിക്ക് മാജിക് ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയുമലേ ഒരു വരിയാ മാനസം നിന്നോടാ ചൊല്ലുവാൻ വയ്യാതെ പെയ്യാതെ. അത് സംഗീത ചേച്ചിക്ക് പെട്ടെന്ന്, അതായത് ഇത്രയും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ടുള്ള. അയ്യോ, ശരിക്കും എനിക്കൊരു മോനുള്ളതല്ലേ, അപ്പം ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ റിലേറ്റ് ചെയ്തു. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഒരുപാട് നമുക്ക് ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും അവരുടെ കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ഭയങ്കര എപ്പോഴും പ്രൗഡായിരിക്കും. ഇപ്പം നിങ്ങളെ അവിടെ നിന്ന് കാണുമ്പോഴും നിങ്ങളും ഓരോന്നിങ്ങനെ ഇത് പല പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ അത്രയും സന്തോഷമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഇവര് മാതാപിതാക്കളെ ആട്ടോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവരെ കൂടെ നിന്ന് അതിന് വേണ്ടിയിട്ട് അവരുടെ സമയം അവര് സ്പെൻഡ് ചെയ്ത് കൂടെ നിക്കാന്ന് പറയുന്നതല്ലേ വലിയ കാര്യം. കണ്ണിൽ മിന്നും മന്ദാരം മെല്ലെ മെല്ലെ കൈനീട്ടും മായാമഞ്ഞിൻ താഴ്വാരം പെയ്യുന്നേതോ വെൺമേഘം പൊന്നും പൂവും മാവോളം തോരാ. അവരുടെ മാജിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നാണ് ചോദിച്ചത്. ഓ, ഭയങ്കര ഇഷ്ടമായി. അവരുടെ കൂട്ടുകാരെല്ലാരും മാജിക് പ്ലാനറ്റിലുണ്ട്. അവരെല്ലാരും നിങ്ങളെല്ലാരും കാണാൻ വേണ്ടി അവിടെ വരണം. എല്ലാരും വരണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ക്ഷണിച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ സമ്മാനം നിങ്ങൾ തന്നെ കൊടുക്കുക. റെഡി? സമ്മാനം ട്രോഫി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതേപോലുള്ള കഴിവുള്ള കുട്ടികളെ കാണാൻ സാധിച്ചതിനും അവരുടെ പേരൻസിനെയും അധ്യാപകരെയും ഒക്കെ നമ്മുടെ ഈ വേദിയിൽ കാണാൻ സാധിച്ചതും പരിചയപ്പെടാൻ സാധിച്ചതൊക്കെ ഒരു വലിയ സന്തോഷം, ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വേദികൾ നിങ്ങളെ കാണാൻ പറ്റട്ടെ. ആൻഡ് രണ്ട് അമ്മമാരും അച്ഛന്മാരും ഇതേപോലെ തന്നെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും അല്ലേ, നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി. എന്തായാലും താങ്ക് യു സംഗീത ചേച്ചി ആൻഡ് അരുൺ ചേട്ടാ, നിങ്ങളുടെ വിലപിടിപ്പുള്ള സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇവരെ നമുക്ക് അപർണയും ആർദ്രയും പരിചയപ്പെടാൻ സാധിച്ചു. മൊത്തത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്യാണ്. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് പോയി കിടന്നുറങ്ങാൻ പറ്റുന്ന കണ്ണിന് കുളിർമയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയും പുതിയ പെർഫോമറുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. ടിൽ ദെൻ ബൈ പറയണം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.